എല്ലാവർക്കും ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ണിയപ്പമാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഉണ്ണിയപ്പം നമ്മൾക്ക് എങ്ങനെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഹാർഡായി പോവുക എന്നുള്ളതാണ് ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും ഒരു ആവലാതി. അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് 3-4 ടിപ്സുകൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആകുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഉണ്ണിയപ്പത്തിന് വേണ്ടി വരുന്ന ചേരുവകൾ നമുക്ക് നോക്കാം. ഇത് 200 ഗ്രാം അരി കഴുകി കുതിർത്തി വെള്ളം കളഞ്ഞ് വാരി വച്ചേക്കുന്നതാണ്. പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 200 ഗ്രാം ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് 200 ഗ്രാം മൈദയാണ് നമ്മളുടെ ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഇത് റവയാണ്. ഇത് അല്പം ചെറുജീരകവും ഒരു 5-6 ഏലക്കായയാണ്. ഇത് സോഡാപ്പൊടി. ഇത് ഒരു 50 ഗ്രാമോളം ചോറ്. ഇത് ഉപ്പ്, നെയ്യ്, 2 പാളയംകുടംപഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ. ഇത്ര ഐറ്റമാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മളുടെ അരിയെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ 200 ഗ്രാം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതൊരു അരിപ്പയിൽ അരിച്ചൊഴിക്കുക. മണ്ണും അതേമാതിരി തന്നെ മറ്റ് കരടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഒഴിവാക്കി കളയാം. ഏലക്കായും ചെറുജീരകവും നമ്മൾക്ക് ഈ അരക്കണ അരിയിൽ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചോറും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പാളയംകുടംപഴം അത് നമ്മൾക്കൊന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടടിക്കുക. ഒരു ഇഡ്ഡലിയുടെ ആ ഒരു മാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് മാവ് വേണ്ടത്. ഇതിപ്പോൾ വെള്ളം കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ മൈദയൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടിയും ലൂസാക്കി ടൈറ്റായി വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ റവ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മൈദയും ഇതിനകത്തേക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലിയുടെ ആ ഒരു പരുവത്തിലേക്ക് നമ്മൾക്ക് മാറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾക്ക് 1 മണിക്കൂർ ഒന്ന് പുളിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാനുള്ള മറ്റൊരു ടിപ്പാണത്. നമ്മൾ മിക്സ് ചെയ്ത് ഉടനടി അച്ചിലേക്ക് ഒഴിക്കരുത്. 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് ചട്ടി വെച്ച് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മളുടെ മാവിന് കോരി ഒഴിച്ച് കൊടുക്കാം. തവി എടുക്കുമ്പോൾ അല്പം ചെറിയ തവി എടുക്കുക. എൻ്റെ തവി അല്പം വലിപ്പം ഉള്ളതാണ്. അപ്പോൾ അല്പം കൂടി ചെറിയ തവി എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അല്പം കൂടി ഈസി ആയിട്ട് കോരി ഒഴിക്കാനായിട്ട് സാധിക്കും.
ഇത് 1-2 മിനിറ്റോ നമുക്ക് ഇതേമാതിരി ഫ്രൈ ആവാൻ വെച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ണിയപ്പമൊക്കെ പതുക്കെ വിട്ടുപോരും. ഇതിനെ പതുക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ ഉണ്ണിയപ്പം നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഈ മറിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ചട്ടിയിലേക്ക്, അതായത് അടുത്ത അടുപ്പിൽ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഈ ഉണ്ണിയപ്പം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടി സമയലാഭത്തിൽ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കുറച്ചുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഫ്രൈ ആയിട്ടുണ്ട്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ സ്ട്രെയിനറിലേക്ക് എണ്ണ വാറ്റി സ്ട്രെയിനറിലേക്ക് ഇടാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവിലോട്ട് വേണമെങ്കിൽ നമ്മൾക്ക് തേങ്ങ പൊടിയായിട്ട് അരിഞ്ഞ് റോസ്റ്റ് ചെയ്ത് ഈ മാവിൽ മിക്സ് ചെയ്ത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ഇതിനകത്ത് ചേർത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ തന്നെ കോരി ഒഴിച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതും എണ്ണ വാറ്റി കളഞ്ഞ് ഓരോന്നോരോന്നായിട്ട് സ്ട്രെയിനറിലേക്ക് മാറ്റാം. ശർക്കര എടുക്കുമ്പോൾ പരമാവധി കറുത്ത ശർക്കര വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കറുത്ത ശർക്കര ആകുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിന് കുറച്ചും കൂടി കളറ് കൂടുതൽ കിട്ടും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കുക.